കണ്ടിട്ടേ ഇല്ല പെൺകുട്ടിനെ? ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഒരാൾ ഞങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കണ്ണാടി വെച്ചിട്ടുള്ള ഒരാൾ. ഈ ജിഷയുടെ ഞരക്കമോ മുകളിലോ അങ്ങനെ ഒച്ചോ അലർച്ചോ അങ്ങനെ എന്തെങ്കിലും അന്നത്തെ രാത്രി കേട്ടതായിട്ട്? ഞാൻ ജിഷയൊക്കെ മിക്കപ്പോഴും ഞങ്ങൾ ഒന്നിച്ച തോട്ടിലൊക്കെ പോവാറ്. ആ കൊച്ചിന് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. തോടാ. കൊച്ചിനെ കൊല്ലാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അമീറുൽ ഇസ്ലാമിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഈ പ്രദേശത്ത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. ജിഷ കേസിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകളാണ് ജിഷ. മൂടി മാറ്റാൻ മതി, അങ്ങനെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അന്നേരം ഞങ്ങൾ എന്താ വിടുന്നത്. പിന്നെ ആ പുള്ളിക്കാരി വണ്ടിയിൽ ഇരുന്ന് കരയണത് വേറൊരു കൊച്ചു കണ്ടു. അവരിവിടെ എത്തുമ്പോൾ ഈ ജിഷയുടെ സഹോദരി ഇവിടുന്ന് അടിച്ചോടിക്കുകയാണ്. ഇവരെങ്ങനെ തല്ലുവോ? അമ്മേനെ തല്ലുവോ? അതിനവിടെ കിടത്തില്ല, അത് വന്നാൽ. നമസ്കാരം. നമ്മൾ പെരുമ്പാവൂർ എത്തിയിരിക്കുകയാണ്. ജിഷ കേസ് നമുക്കെല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് മുൻപ് മൃഗീയമായി ആ പെൺകുട്ടിയെ കൊല ചെയ്തു. അമീറുൽ ഇസ്ലാം എന്ന ആസാം സ്വദേശിയാണ് കൊല ചെയ്തതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അയാൾ തൂക്കുകയർക്കകത്ത് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. അമീറുൽ ഇസ്ലാം അല്ല ജിഷയെ കൊല ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ വൻ ശക്തികളുണ്ട്. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ ഇരയായി എറിഞ്ഞു കൊടുത്തതാണ് അമീറുൽ ഇസ്ലാം അല്ല ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ പുറത്തേക്ക് വരികയാണ്. 2016 ഏപ്രിൽ 28 രാത്രി 8:30 മണിയോടുകൂടി ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി ഇതാ ഈ കയ്യെത്തും ദൂരത്ത് ഈ ചെടി നിൽക്കുന്നതിനോട് ചേർന്നാണ് ആ വീടിൻ്റെ ആ ഒരു ഭിത്തി എന്ന് പറയുന്നത്, അതിനുള്ളിൽ അവൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു. ഇത്രയും അടുത്താണ് ആ പെൺകുട്ടി മരണപ്പെട്ടത്. ഇതൊന്നും ആരും കേട്ടിട്ടില്ല, ആർക്കും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ വളരെ തൊട്ടടുത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ കനാലും കഴിഞ്ഞ് ഈ റോഡിനോട് ചേർന്നുള്ള വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ആർക്കും ഒന്നും അറിയില്ല, ആരും ഒന്നും കേട്ടിട്ടുമില്ല, പറഞ്ഞു പോലും കേട്ടിട്ടില്ലാത്തുള്ള രീതിയിലാണ് തൊട്ടടുത്തത് അടുത്ത വീട് ഇങ്ങനെ കാണുന്നു. ഇനി വീണ്ടും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടുത്ത വീടുണ്ട്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരാളും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റൊരു കാര്യമില്ല. ചേച്ചി ഇവിടെ അടുത്താണോ താമസിക്കണേ? ഒരുപാട് ദൂരത്താണോ? ഈ ജിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ അറിയാമോ ചേച്ചി? കണ്ടിട്ടേ ഇല്ല പെൺകുട്ടിനെ? ആണോ? ഇവിടെ താമസിക്കണമെന്നും അറിയില്ല? ആ പെൺകുട്ടിനെ യാതൊരു പരിചയമില്ല? ജിഷ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് മുമ്പത്തെ ഈ വീടാ? ഇപ്പൊ പുറമ്പോക്കല്ലേ ഇത്? പണ്ടുപോലെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതാണോ? ആണല്ലേ. പയ്യനെ ഇവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളൂ? സ്ഥിരം ഇവിടെ വെള്ളം എടുക്കാൻ പോണത് ഒരു വല്യമ്മ. ആ സമയത്ത് പുള്ളിക്കാരി ഓപ്പറേഷൻ വന്ന് കണ്ണിൻ്റെ ഓപ്പറേഷൻ വന്ന കാരണം എൻ്റെ ഭർത്താവ് വന്നത്. അത് കറക്റ്റായിട്ട് അവൾ പറഞ്ഞ ഒരു വേസ്റ്റ് വെള്ളം എടുത്തുകൊണ്ട് ഒരു ആള് പോയി എന്ന് അയാൾ പറയുന്നുണ്ട്. ഇയാൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതല്ലാണ്ട് അയാൾ അതിനകത്തുണ്ടാവും ഒരു കുളിക്കടവ് ഉണ്ടെന്നൊക്കെ പറയണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവാം. അവിടെ ഒരു ഇതിലും ചെറിയൊരു തോടുള്ളൂ. പക്ഷെ അതാന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് ആൾക്കാരൊക്കെ ഇവിടുന്ന് വീഡിയോക്കാരൊക്കെ മുഴുവൻ പോകണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുളിക്കടവൊന്നും ഇവർ ഇങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ പോയി കുളിക്കുന്ന അങ്ങനെ കുളിക്കടവൊന്നുമില്ല. സ്ത്രീകൾ കുളിക്കുന്ന കുളിക്കടവ് അങ്ങനെയൊന്നുമില്ല. തീരെ ചെറിയൊരു തോടാണ്. നമ്മളവിടെ വേണ്ടി പോയി കാണാൻ പറ്റും. കനാലിൽ വെള്ളം വന്നാലല്ലേ ആ തോട്ടിൽ വരുള്ളൂ. അപ്പൊ പിന്നെ ഇത്രയും വലിയ കനാലുള്ളൂ, ഇത്രേ ഉള്ളൂ തോട്. ആ തോട്ടിലാണ് കുളിക്കാൻ വേണ്ടി പോയി എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടാ എന്താ ശരിക്കും ഒന്ന് സംഭവിച്ചേക്കണത്? ശരിക്കും നിങ്ങൾക്ക് പണ്ടുപോലെ ഇവിടെ താമസിക്കുന്നതല്ലേ? അറിയില്ല. മറ്റൊരു സംഭവം പോലീസ് പറയുന്നത് ഇരിങ്ങോളിനടുത്ത് പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആടിനെ തീറ്റുവാനായിട്ട് അഴിച്ചുവിടുന്നു. ആട് തീറ്റയൊക്കെ കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തുമ്പോൾ കുറച്ച് പരുക്ക് ഈ ആടിന് പറ്റിയതായിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട്. അതെന്താണ്, പട്ടി കടിച്ചോ അല്ലെങ്കിൽ മുള്ളു കൊണ്ടതോ ഒക്കെ ആകാമെന്നുള്ളതാണ് ഈ മനുഷ്യൻ പറയുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് അവിടെ എത്തി പൗലോസ് എന്ന് പറയുന്ന ആളോട് പോലീസ് പറയുകയാണ്, നിങ്ങളുടെ ആടിനെ നിങ്ങൾ പുറത്ത് തീറ്റുവാൻ വേണ്ടി അഴിച്ചുവിട്ട സമയത്ത് നിങ്ങളുടെ ആടിന് എന്തെങ്കിലും പരുക്ക് പറ്റിയിരുന്നോ എന്ന് പോലീസുകാർ ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുകയാണ്, അതെ എൻ്റെ ആടിനെ ഇങ്ങനെ പട്ടി കടിച്ചതോ അല്ലെങ്കിൽ മുള്ളു കൊണ്ടതോ ആണെന്ന് തോന്നുന്നു, എന്തോ പരുക്ക് പറ്റിയിരുന്നു എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ പോലീസുകാർ പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല, മുള്ളു കൊണ്ടതോ പട്ടി കടിച്ചതോ ഒന്നുമല്ല. അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശി അന്യസംസ്ഥാന തൊഴിലാളി അയാൾ ഈ ആടിനെ പീഡിപ്പിച്ചതാണ് എന്നുള്ളത് പോലീസ് ഈ പൗലോസിനോട് പറയുകയാണ്. അദ്ദേഹത്തിന് അതൊരു പുതിയ അറിവായിരുന്നു. ഇത്തരത്തിലുള്ള ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാളാണ് അമീറുൽ ഇസ്ലാം എന്ന് തെളിയിക്കുവാനായിട്ട് പോലീസ് ചമച്ച ഒരു തെളിവാണ് ഇത്. ഇങ്ങനെ ഒരു വിഷയം പോലീസ് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് പലരും പറയുന്നത്. അമീറുൽ ഇസ്ലാമിന്റെ വക്കീൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആടിന്റെ ഗുഹ്യഭാഗത്ത് ഒരു കല്ലോ മറ്റോ കയറ്റി വെച്ചിരുന്നതായിട്ട് വക്കീൽ പറയുന്നുണ്ട്. അത് ഈ അമീറുൽ ഇസ്ലാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ഇതുപോലെ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് അമീറുൽ ഇസ്ലാം എന്ന് പോലീസ് തെളിയിക്കുവാനായിട്ട് കെട്ടിച്ചമച്ച ഒരു കാര്യമാണ് ഇതെന്നുള്ളതായിരുന്നു അന്ന് അമീറുൽ ഇസ്ലാമിന്റെ വക്കീൽ പറഞ്ഞത്. അമീറുൽ ഇസ്ലാം എന്ന ചെറുപ്പക്കാരൻ 15ാമത്തെ വയസ്സിൽ പെരുമ്പാവൂരെത്തി ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലിക്ക് കയറിയതാണ്. വളരെ ശാന്തശീലനാണ്. അയാൾക്കെതിരെ നമ്മുടെ നാട്ടിൽ കേരള നാട്ടിൽ കേസ് ഒന്നുമില്ല. അന്വേഷിച്ച് പോലീസ് അങ്ങ് ആസാമിൽ ചെന്നപ്പോഴും അവിടെയും ഒരു പെറ്റി കേസ് പോലും ഇയാൾക്കെതിരെ ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇയാൾ ഇയാളുടെ അച്ഛന്റെ കൂടെ സ്ഥിരമായി വീടിന്റെ അടുത്തുള്ള ജോലിക്കൊക്കെ പോകാറുള്ളതാണ്. ആ നാട്ടിലും അയാൾക്ക് നല്ല പേരാണ്. അയാൾക്ക് ഒരു മോശം പേര് ഇവിടെയുമില്ല അവിടെയുമില്ല. ഇവർ കുളിക്കാൻ പോയി എന്നൊക്കെ പറയുന്ന കടവൊക്കെ അത് എവിടെയാണത്? താഴെയുള്ള ഈ തോടാണ്.
ഇതിലൂടെ ഇങ്ങനെയാണോ നടന്നത്? ഇതിലൂടെ ഇങ്ങനെ ഈ റോഡ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്ന റോഡാ. ആണല്ലേ? ഈ ജിഷ നടന്ന് കുളിക്കാൻ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഇവിടെ ഈ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല എന്ന് പറയണത്? ഞങ്ങൾ ആരും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല അല്ലേ? ഞങ്ങൾക്ക് കൂടുതൽ പരിചയങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിലെ പോണേ ഞങ്ങൾ കാണാറുണ്ട്. കാരണം ഈ പറയുന്ന വ്യക്തിയെ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഈ ഏരിയ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, അമീറുൽ ഇസ്ലാമിനെ കണ്ടിട്ടില്ല. പക്ഷെ അമീറുൽ ഇസ്ലാം പറയണം എന്താ അറിയാം, ജിഷനെ അയാൾക്ക് അറിയൂല, അയാൾ കണ്ടിട്ടില്ല എന്ന് അയാൾ പറയണേ. സത്യം അത് തന്നെയാണ്. ആണല്ലേ? ജിഷയുടെ അമ്മ നേതാവിന്റെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു എന്ന് പറയുന്നത് കുറെ നാളെ പോയിരുന്നു എന്നൊക്കെയാണ് പറയാം. ഇങ്ങനെ വീട് എടുത്താണോ? അത് തങ്കച്ചന്റെ വീട് തൊട്ടല്ലേ, 1-ാം മൈലിലാണ്. ജോമോൻ പുത്തൻപുരയ്ക്കൽ കുറ്റം ആരോപിച്ച ആ രാഷ്ട്രീയ നേതാവ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ജിഷയുടെ അമ്മ തൻ്റെ വീട്ടിൽ ജോലിക്ക് വന്നിട്ടേ ഇല്ല എന്നുള്ളത്. പക്ഷേ ജിഷയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് ജിഷയുടെ അമ്മ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. അത് ഒരുപാട് നാളുകൾ ഇങ്ങനെ തുടർച്ചയായി അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു എന്നുള്ളത് അയൽവക്കക്കാരായിട്ടുള്ള എല്ലാവരും പറയുന്നുണ്ട്. ജിഷ മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവളന്ന് പുറത്തു പോയിരുന്നു. ആരെ കാണാനാണ് പോയത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജിഷയുടെ അമ്മ രാജേശ്വരി അമ്മ ആ പ്രദേശത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞിരുന്നു ജിഷയുടെ ഈ ബന്ധം അത്ര നല്ലതല്ല, ജിഷയുടെ ഏത് ബന്ധമാണ് ജിഷയുടെ അമ്മ നല്ലതല്ല എന്നന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ ആൾ ആരാണ്? ജിഷയുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളാണോ അതോ കാമുകന്റെ സ്ഥാനത്തുള്ള ആളാണോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അന്ന് ഉയർന്നു കേട്ടിരുന്നു. ഇതിനൊന്നും കൃത്യമായൊരു മറുപടി ലഭിച്ചിരുന്നില്ല. അങ്ങനെയെങ്കിൽ ജിഷ കാണാൻ പോയ ആൾക്ക് ജിഷയുടെ ദേഷ്യമോ വൈരാഗ്യമോ തീർച്ചയായും ഉണ്ടാവാം. അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വള്ളി പോലിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ജിഷയെ അപായപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും? ജിഷയുടെ കൈയും കാലും തളർന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല അവൾ നല്ല ആരോഗ്യമുള്ള മിടുക്കിയായ പെൺകുട്ടിയാണ്. അതുമാത്രമല്ല ജിഷയുടെ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയതായിട്ട് അന്ന് തെളിഞ്ഞിരുന്നു. കൊലപാതകത്തിന് തൊട്ട് മുൻപ് ബലമായിട്ട് കുടിപ്പിച്ച് കൊല ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ രക്തത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ജിഷയുടെ രക്തത്തിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്തിയത്? കൃത്യം കഴിഞ്ഞിറങ്ങിയതിനു ശേഷം വേരിൽ പിടിച്ചിറങ്ങിപ്പോകുന്ന ഒരു ആൾ അയാളെ കണ്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ PW3 ഇയാൾ പറഞ്ഞ പ്രകാരമാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. എന്നാൽ ഈ രേഖാചിത്രം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ അമീറുൽ ഇസ്ലാമുമായിട്ട് ഈ രേഖാചിത്രത്തിന് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ രേഖാചിത്രം ആരുടേതാണ്? യഥാർത്ഥത്തിൽ വേരിൽ പിടിച്ചിറങ്ങിപ്പോകുന്ന ആളെ കണ്ട് ഇയാളാണ് ഈ പാതകം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ചിത്രം വരപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ തെളിഞ്ഞിട്ടുള്ള മുഖം മറ്റാരുടെയാണ്. അപ്പോൾ അയാളാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. അയാളോടൊപ്പം വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരോളും ചേർന്നാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇയാൾ ആരാണ്? ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന സഹായി ആരാണ്? നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ആക്രമിക്കുമ്പോൾ ഏതെല്ലാം രീതിയിൽ അവൾ പ്രതികരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. രണ്ടുപേർ കൂടിയാൽ പോലും അവളെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ വള്ളി പോലിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അമീറുൽ ഇസ്ലാം എങ്ങനെ ഇത് ചെയ്തു? ഇത്തരം നൂറുകണക്കിന് ചോദ്യങ്ങൾ അന്ന് ഉയർന്നു കേട്ടിരുന്നു. അന്ന് ജിഷ കൊല്ലപ്പെട്ട സമയത്ത് ഇതിനൊക്കെ മറുപടികൾ കണ്ടെത്താൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു. അന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്നിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇതിനൊക്കെ മറുപടി കണ്ടെത്തിയോ? അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും മലയാളികൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമീറുൽ ഇസ്ലാം തന്നെയാണോ പ്രതി? ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ഉണ്ടായി കഴിഞ്ഞാൽ അമീറുൽ ഇസ്ലാം പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒന്നുകൂടെ ആലോചിക്കേണ്ടി വരും. ജിഷയുടെ തൊട്ട അയൽപ്പക്കത്തുള്ള ഒരുപാട് പേർ ഇവിടെ എല്ലാം ഇതൊരു പുറമ്പോക്ക് ഏരിയയാണിത്. ഇവിടേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. നമുക്ക് എന്തായാലും ജിഷയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഈ വീടുകളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ജിഷ എന്ന് പറയുന്ന പെൺകുട്ടി ഇവരുമായിട്ടൊക്കെ സൗഹൃദമുള്ളതാണ്. അപ്പോൾ ജിഷ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വരും. ഈ കുട്ടീനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാം? ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറയാം. നല്ല സ്വഭാവമൊക്കെയാണ്. നിയമം പഠിച്ച് കുടുംബം നോക്കണം എന്നുള്ളൊരു സ്വപ്നമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. ഇവർ കുളിക്കാൻ പോകുന്ന പറയുന്ന കടവ് ഇവിടെ അടുത്താണോ? അവിടെ തൊട്ട് താഴെ ഈ കുളിക്കടവിൽ വന്ന് ഒളിഞ്ഞു നോക്കിയെന്നും എന്നൊക്കെ പറഞ്ഞ് ഓരോ പല ഇതാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും. അമീറുൽ ഇസ്ലാമിനെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഇല്ല. ഈ പ്രദേശത്ത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല? ഇല്ല. ആ മുഖം കണ്ടിട്ടില്ല? ആ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. പിന്നെ എന്തായിരിക്കും ഇവിടെ ഈ സംഭവിച്ചേക്കണത് ഈ കുട്ടിയുടെ കേസിൽ? അതറിയത്തില്ല കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് ഇത്രയും വലിയ ക്രൂര പീഡകളൊക്കെ നടത്തിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ജിഷയുടെ നിങ്ങൾ സുഹൃത്തല്ലേ? എന്തായാലും ആ കുട്ടി പോയി. നമ്മൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ 4 വാക്ക് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള പെങ്കൊച്ചാണ്. അമ്മേനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു. നിങ്ങളോടൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിലൊക്കെ? വേറെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തെങ്കിലും കഷ്ടപ്പാട് ഉള്ള ജീവിതമല്ലേ, വീട് പണിയണം അങ്ങനെയൊക്കെ ഉള്ള സ്വപ്നങ്ങളുണ്ടായിരുന്നു. വീട് പണിയണം എന്നുള്ള സ്വപ്നം ജിഷയ്ക്ക് ഉണ്ടായിരുന്നു. ജിഷയുടെ കൂട്ടുകാരി തന്നെയാണ്. എന്തായിരുന്നു പേര്? രാജി എന്ന പേരുള്ള ജിഷയുടെ കൂട്ടുകാരി തന്നെ പറയുകയാണ് അവരുടെ സ്വപ്നത്തിൽപ്പെടുന്ന കാര്യമായിരുന്നു അവൾക്കൊരു സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളത്. ഈ ജിഷയെ കൊല ചെയ്തു എന്ന് പറയുന്ന അമീറുൽ ഇസ്ലാം പ്രദേശത്തുള്ള ഒരാളും അമീറുൽ ഇസ്ലാമിനെ ഈ ഏരിയയിൽ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ള വളരെ വലിയൊരു ചോദ്യം തന്നെയാണ്. ഇതിനിടയിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം കുറേയേറെ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി വലിയ ചർച്ചയായി, മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന വിഷയമായി ജിഷ കേസ് മാറി. കാരണം ജിഷ കേസിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ജിഷ. ഇത് ജിഷ മനസ്സിലാക്കുകയും ജിഷ നേരെ ഈ രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ചെന്ന് അയാളോട് പറയുകയാണ് നിങ്ങളുടെ ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. DNA ടെസ്റ്റിലൂടെ നിങ്ങളാണ് എൻ്റെ പിതാവ് എന്നുള്ള വസ്തുത ഞാൻ പുറത്തറിയിക്കും. പുറലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി അപ്പാടെ അസ്തമനത്തിലാകും എന്നുള്ളത് ജിഷ
ഈ രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞു എന്നുള്ള കാര്യമാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പുറത്തുവിട്ടത്. ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ട് വലിയ കോളിളക്കമാണ് ജിഷ കേസിൽ പിന്നീട് ഉണ്ടായത്. അതിക്രൂരമായ ലൈംഗിക പീഡനം നടത്തി മൃഗീയമായി ജിഷയെ കൊലപ്പെടുത്തി അമീറുൽ ഇസ്ലാം. അങ്ങനെയുള്ള അമീറുൽ ഇസ്ലാമിനെ കാണാനായിട്ട് അമ്പിളി ഓമനക്കുട്ടൻ എന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തക അവർ ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വിയൂർ ജയിലിൽ ചെന്നിട്ട് ഈ അമീറുൽ ഇസ്ലാമിനെ നേരിൽ കാണുകയാണ്. അപ്പോൾ അമീറുൽ ഇസ്ലാം കുറേയേറെ കാര്യങ്ങൾ ഈ അമ്പിളി ഓമനക്കുട്ടനോട് പറയുകയാണ്. ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജിഷയെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് അമീറുൽ ഇസ്ലാം നിറകണ്ണുകളോടുകൂടി പറഞ്ഞത് എന്നുള്ളതാണ് അമ്പിളി ഓമനക്കുട്ടൻ പറയുന്നത്. അമ്പിളി ഓമനക്കുട്ടൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയായിരുന്നു. അമീറുൽ ഇസ്ലാമാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തുകയും ഇയാൾക്ക് തൂക്കുകയർ വിധിക്കുകയും ചെയ്തതാണ്. ആ വിധി ശരിവെക്കുകയാണ് ഹൈക്കോടതി ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തത്. എൻ്റെ പേര് ഗോപാലൻ. പല സ്ഥലത്തും ഈ പരിപാടികൾക്ക് കൊണ്ടുപോയി. എൻ്റെ കൊച്ചുമോള് രഹന എന്ന പേര്, പാട്ടുകാരിയാണ്. സാധാരണ ഇവിടെ പാടിയുണ്ട്. ഓക്കെ. അപ്പോൾ അവൾ ഇവിടെ വരാറുണ്ട്. ജിഷ ഇവിടെ വരാറുണ്ട് ആ കാലങ്ങളിൽ. കൊച്ചു ദൈവം അതിന് അഭിപ്രായമാണ് ഇങ്ങനെ തൊട്ടപ്പുറത്തെ ഈ സൈഡിൽ. അവള് പഠിച്ചു വളർന്നിരുന്നെങ്കിൽ അവള് തീർച്ചയായിട്ടും ഒരു വക്കീലായി മാറേണ്ട പെൺകുട്ടിയാണ്. അവള് നല്ലൊരു കലാകാരിയാണ്. എൻ്റെ കൂടെ പല സ്ഥലത്തും ഡാൻസ് പരിപാടിക്ക് എൻ്റെ മോളിലൂടെ പോന്നിട്ടുണ്ട്. അവിടെ കൊല ചെയ്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരനല്ലേ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ചെറുപ്പക്കാരനെ? ആരും കണ്ടിട്ടില്ല, അയാളെ കണ്ടിട്ടേ ഇല്ല. ഈ ജിഷ എങ്ങനെയുള്ള കുട്ടിയാണ്? നല്ല ക്യാരക്ടർ, നല്ല പെൺകുട്ടിയായിരുന്നു. ജിഷ ഒരുപാട് സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ അമ്മയെ കഷ്ടപ്പാടുകളിൽ നിന്ന് സംരക്ഷിക്കുക, അവൾക്ക് ഒരു നല്ല വക്കീലാവുക. അതൊക്കെ അവിടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ പെടുന്നതായിരുന്നു. നല്ലൊരു വീട് വെക്കുക. അവൾ ആ പുറമ്പോക്കിൽ ആ ഒരു ഷെഡിൽ താമസിക്കുന്ന പെൺകുട്ടി, യാതൊരു അടച്ചുറപ്പും ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു അവൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവൾ വല്ലാതെ പേടിച്ചിരുന്നു, അവളെ ആരെങ്കിലും അപകടപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയപ്പാട് അവൾക്കുണ്ടായിരുന്നു എന്നുള്ളത് പലരും പറയുന്നുണ്ട്. ജിഷ താമസിച്ചിരുന്ന ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഈ കോളനിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഒരു പുറമ്പോക്ക് ഭൂമിയാണ്. ഇവിടെ ഇങ്ങനെ തിങ്ങി ഇടതൂർന്ന് ഇങ്ങനെ വീടുകളാണ്. ഇതിനിടയിൽ കൂടെ നടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ഒരു സൈക്കിൾ പോലും അറ്റപ്പറ്റയിലൂടെ പോവുകയുള്ളൂ. ജിഷ മരണപ്പെട്ട ആ വീട് മുഴുവൻ നമ്മൾ കാണിച്ചു തന്നതാണ്. ആ വീട് മുഴുവൻ കാട് കയറി അങ്ങോട്ടേക്ക് കടക്കുവാനോ നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ മൊത്തം മരങ്ങളും കാടുകളെല്ലാം വളർന്നു നിൽക്കുകയാണ്. ഈ റോഡിനോട് ചേർന്ന് താഴേക്ക് ഇറങ്ങിയാൽ അവിടെയായിട്ടാണ് ഈ ഒരു ചെറിയ കുളിക്കട ഉള്ളത്. അത് ഒരു വെള്ളം ഒരുപാട് ഒഴുകി വരുന്ന സ്ഥലമൊന്നുമല്ല. ഇപ്പം നമ്മൾ ആ പ്രദേശവാസികളോട് തന്നെ ചോദിച്ചപ്പോൾ അവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ പേരുള്ള ഈ ചെറുപ്പക്കാരൻ, ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഈ പ്രദേശത്തുള്ള ഒരാളും ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അയാളുടെ മുഖം കണ്ടതായിട്ട് ഇവിടെ ആരും പറയുന്നില്ല. ഈ പ്രദേശത്തുള്ള ഏകദേശം എല്ലാവരോടും ഞങ്ങൾ സംസാരിച്ചു. അമീറുൽ ഇസ്ലാമിനെ ഇവിടെ ആർക്കും അറിയില്ല. ജിഷ സ്ഥിരമായിട്ട് കുളിക്കടവിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ജിഷയ്ക്ക് എന്തോ വലിയ പേടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം ജിഷ കിടക്കുന്ന കട്ടിലിനടിയിൽ കത്തി പോലുള്ള ആയുധം അവൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അവൾ എന്തിനെയോ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. ഈ കുളിക്കടവിൽ വെച്ചിട്ടല്ല ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്നത്. ഈ ജിഷയും പെൺകുട്ടികളും കൂടെ ഒന്ന് കുളിക്കുന്ന സമയത്ത് അമീറുൽ ഇസ്ലാം ഒന്ന് ഇവിടുന്ന് ഒളിഞ്ഞു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ജിഷയും അവളുടെ കൂടെയുള്ള സ്ത്രീകളും കൂടെ കുളിക്കുവാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന കുളിക്കടവാണിത്. വളരെ ചെറിയൊരു വെള്ളം പോകുന്ന ഒരു ഓലിയാണിത്. ഇവിടെ വന്ന് കുളിക്കുന്ന സമയത്താണ് ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് ഒളിഞ്ഞു നോക്കി. അപ്പോൾ ഈ സ്ത്രീകളെല്ലാവരോട് കൂടിയിട്ട് അവനെ അടിച്ചുവിടുന്ന് ഓടിച്ചു. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിനാണ് അവൻ രാത്രി വീട്ടിൽ വന്നത്, മൃഗീയമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ജിഷയെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നിങ്ങൾക്ക് പണ്ട് മുതലേ അറിയുന്ന ആളല്ലേ? എങ്ങനെയാണ് ഈ കുട്ടിയുടെ ഒരു സ്വഭാവമൊക്കെ? ഈ കുളിക്കടവിൽ വന്ന് അമീറുൽ ഇസ്ലാം ഒളിഞ്ഞു നോക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കുളിക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കാൻ നമുക്ക് വലിയ കാടും പള്ളിയൊന്നുള്ള സ്ഥലമൊന്നുമല്ല. വളരെ ഓപ്പണിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു തോട്, ചെറിയൊരു തോട്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ പോയി അലക്കിക്കൊണ്ടിരിക്കണം. ഈ കൊച്ചും വരാറുണ്ട്. അവിടെ ഒളിഞ്ഞു നോക്കണ ഒരു സംഭവം ഒറ്റമാതിരി നല്ല വീടുകളും ഉള്ള ഏരിയ നിങ്ങൾ കണ്ടല്ലോ. അവിടെ ഒളിഞ്ഞു നോക്കാൻ പറ്റുന്ന യാതൊരു സംഭവമില്ല. അതൊക്കെ വെറുതെ അതാ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ കുളിക്കുന്ന സ്ഥലമല്ല. അപ്പൊ അടുത്ത പണി കഴിഞ്ഞിട്ട് വന്നാൽ അവിടെ എല്ലാവരും മേലൊക്കെ കഴുകി കയറി വരാറുണ്ട്. അങ്ങനെ ആരും പോയി കുളിക്കാൻ. ഞാനും പോയി നോക്കി. അവിടെ ഒളിഞ്ഞു നോക്കാൻ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കാൻ ഒന്ന് വൈഡായിട്ട് തുറന്നെടുക്കുന്ന തന്നെയാണ് നേരത്തെ മുതലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ അവിടെ. പിന്നെ എന്താണ് ഇവരൊക്കെ പറഞ്ഞു ഒളിഞ്ഞു നോക്കി? അതെനിക്കല്ല, അത് ആൾക്കാർ പുറമേയുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഈ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പൊ തൂക്കുകയറി കഴിയുക മരിച്ചിടയ്ക്ക് എത്ര ഓരോ ദിവസവും എല്ലാ വീട്ടിലും, ഞങ്ങളുടെ ഈ വീട്ടില് ഒരു വീട്ടിൽ പോലും പോലീസുകാർ വരാത്ത വീടില്ല. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും വരും. മിക്കവരും എല്ലാ വീടുകളിലും ഉണ്ടാവും. ഞങ്ങളുടെ വീടൊക്കെ സ്ഥിരം പോലീസുകാർ വരണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ഒരു ആരെങ്കിലും ഇല്ലാതെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പുറമെ ആൾക്കാരെ എനിക്ക് ഇതിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരു ചെറുപ്പക്കാരൻ തൂക്കുകയറി കാത്ത് കിടക്കുകയാണ്. ആ ഒരു വശമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അയാൾ ക്രിമിനൽ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ തൂങ്ങപ്പെടുന്ന അവസ്ഥയെന്ന് ഓർത്ത് നോക്കി എത്ര ഭീകരമാണെന്നുള്ളത്. അത് സംഭവമാണ്. പക്ഷെ ഇത് ആര് ചെയ്തു എന്നുള്ളത് സാർമാരാണ് അന്വേഷിക്കേണ്ടത്. അവർ ഇവരുടെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അവർ ഈ വ്യക്തിയെ തന്നെ ബേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കും അങ്ങനെ വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ ആ വ്യക്തിയെ കൊണ്ടപ്പോൾ ആ വ്യക്തിയെ കാണിച്ചു തരാൻ പറഞ്ഞു. ആ വ്യക്തിയുടെ ഫേസ് പോലും ഞങ്ങൾ കാണിച്ചു തരില്ല. അപ്പോൾ കോടതി ചെന്നപ്പോൾ കോടതിയെ പറഞ്ഞത് ഈ വ്യക്തിയാണ് പ്രതിയെങ്കിൽ വ്യക്തിയെ മോഹം മൂടി മാറ്റാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ കാണുന്നത്. അന്നേരം ഞങ്ങൾ അന്തം വിട്ടു നിൽക്കുന്നത്. ഞങ്ങൾ കാണുന്നത് ഈ വ്യക്തി
ഞങ്ങൾ അന്ന് പ്രതിനെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടി ചെന്നു. പക്ഷേ മുഖത്ത് ഇങ്ങനെ കറുത്ത ഇത് മറിച്ചേക്കുന്നു. അതൊരു ചെറിയ ചെറുക്കൻ. അപ്പം ഞങ്ങളെല്ലാവരും ചോദിക്കുകയും ചെയ്തു, ഇത് ചെറുക്കനാണോ? കാരണം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട് ജിഷയ്ക്ക്. ഞാൻ ജിഷയ്ക്ക് മിക്കപ്പോഴും ഞങ്ങൾ ഒന്നിച്ച തോട്ടിലൊക്കെ പോവാറ്. ആ കൊച്ചിന് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ കൊച്ചിനെ കൊല്ലാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആള് പൊക്കം കുറഞ്ഞ ആളല്ലോ പിടിച്ച ആള്. അത്ര ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഈ ജിഷയുടെ കൂടെ ഒന്നിച്ച് പോകുന്ന സമയത്ത് അവളുടെ സംസാരവും കാര്യങ്ങളൊക്കെ അറിയാൻ എന്തായാലും മലയാളികൾക്ക് എല്ലാവരും ആഗ്രഹമുണ്ട്. അതുപോലെ അറിയുന്ന ഒരാൾ, നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒന്നിച്ചൊക്കെ പോകുമ്പോഴൊക്കെ ഈ പെൺകുട്ടിയുടെ സ്വപ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് പറഞ്ഞ എന്തെങ്കിലും? അന്നേരം ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ചേച്ചിയുടെ കാര്യം പറയും, അമ്മയുടെ കാര്യം പറയും. ചേച്ചിനെ കുറിച്ച് എന്താ ഈ കുട്ടി പറയുന്നത്? ചേച്ചി എന്തോ സ്നേഹിച്ച് കല്യാണം കഴിക്കും എന്താണ് അതേ പറ്റിയാണ് അമ്മ ഇങ്ങനെ എല്ലാവരോടും വയലന്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ജിഷ പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിക്ക് എന്തെങ്കിലും ഈ കുട്ടിക്ക് ആരോടെങ്കിലും അടുപ്പമുള്ളതായിട്ട് ഒരു അഫെയർ ഉള്ളതായിട്ട് ആ കുട്ടിയെ തോന്നില്ല. കാരണം വലിയ അംബീഷൻസ് ഒക്കെ ആയിരുന്നു. എന്താന്ന് വെച്ചാല് ഇപ്പൊ പഠിച്ചിപ്പോ LLBക്കാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് അമ്മേനെ ജോലിക്ക് പോവാതെ നോക്കണം. അതായിരുന്നു കുട്ടിയുടെ ഇവിടുന്ന് പോയി നല്ലൊരു വീടൊക്കെ പണിത് അങ്ങനെ ജീവിക്കണം ഞങ്ങളോടത്തൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ, അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത്രയും പഠിച്ചൊരു കുട്ടിയല്ലേ, ഇത്രയും ദാരിദ്ര്യത്തിൽ നിന്ന് അത്രയും പഠിച്ചൊരു കൊച്ചല്ലേ. അപ്പൊ അതിൻ്റെതായ അംബിഷൻ അതിനുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ചിന്ത. ജിഷയുടെ മരണശേഷം ആ ഒരു ഘാതകനെ തിരഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് ഒരുപാട് പരിഹാസങ്ങൾക്ക് വഴിവെച്ചു. ആ ജിഷയുടെ ഘാതകനെ കണ്ടെത്തുവാൻ വേണ്ടി പോലീസ് എത്ര ശ്രമിച്ചിട്ടും ഒരു തെളിവ് പോലും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അവസാനം എല്ലാം കൂടി വളച്ച് പോലീസായിട്ട് ഉണ്ടാക്കിയ തെളിവുകളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അന്ന് നിലനിന്നിരുന്നു. പോലീസ് എത്ര ശ്രമിച്ചിട്ടും തെളിവുകളോട് കൂടിയിട്ട് ഒരു പ്രതിയെ ഹാജരാക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. അവസാനം അവർ തേടി നടന്ന് ഒരു പ്രതിയെ കണ്ടെത്തി അവനെ അങ്ങനെ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അവനെതിരെ തെളിവുകൾ സംഘടിപ്പിച്ച് അവനെ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കൊച്ചു മരണപ്പെടുന്ന അന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പിള്ളേരും കൂടി ഞങ്ങൾ കടയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് പുള്ളിക്കാരി അവിടെ ഉള്ളത്. ഏകദേശം സമയത്തായിട്ടുണ്ടാവും. അത് ഞങ്ങൾ ഓർക്കുന്നത് ശരിക്കും ഇരുട്ടായിരുന്നല്ലേ. പുള്ളിക്കാരി ടോർച്ച് ചോദിച്ചുകൊണ്ടാണ് നിൽക്കണത്. അപ്പൊ ടോർച്ച് ചോദിക്കാൻ പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ഈ എന്താ പറയുക, നമ്മളെ ലോങ്ങിൽ വെട്ടം കിട്ടുന്ന ടോർച്ചില്ല, അങ്ങനത്തെ ടോർച്ച് വേണമെന്നും പറഞ്ഞാൽ കടയിൽ നിൽക്കുക. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞു അങ്ങനത്തെ ടോർച്ച് കടയിലില്ല എന്ന് പറഞ്ഞു വിടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾ കണ്ടത്. അന്നേരം പുള്ളിക്കാരി അവിടെ കടയിൽ നിന്ന് അവരോട് എന്ത് ചൂടായിക്കൊണ്ടൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ കണ്ടു. പിന്നെ ആ പുള്ളിക്കാരി വണ്ടിയിൽ ഇരുന്ന് കരയണത് വേറൊരു കൊച്ചു കണ്ടു. അത് കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ജിഷ മരണപ്പെട്ടത് അറിയുന്നത്? രാത്രി 8 മണി. കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് കൊച്ചിന് ഡ്രസ്സിനുള്ള ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടി പോയത്. ഡ്രസ്സ് ചോദിച്ചിട്ട് അന്നേരം ഞങ്ങൾ അവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വരുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞത് ജിഷ തൂങ്ങി മരിച്ചെന്ന് ഓൾറെഡി ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോഴാണ് സംഭവം വേറെ രീതിയിലാണ് അറിയുന്നത്. സാബു എന്ന് പറയുന്നത് ഈ സാബുവിന്റെ വ്യക്തിയുടെ പേര് പറഞ്ഞ എന്തിനാ ഈ പുള്ളിയുടെ പേര് പറഞ്ഞ്? സാബുവിനെ നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ കൂട്ടുകാരനായിരുന്നു. അപ്പൊ എന്തിനാ മാറ്റി പറയണേ? ഇപ്പൊ 2-3 പേരെ പേരും പറയുന്നുണ്ട്. ഇപ്പൊ ഒരു മനോജ്, ഒരു കുട്ടന്റെ പേരും പറയുന്നുണ്ട്. അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ ആദ്യം വിളിച്ചു വരുത്തി, ശേഷം എന്തൊക്കെയോ ചോദിച്ച് ഇവനെ മടക്കി അയച്ചു. പിന്നീട് ഇവനെ വിളിക്കുന്നു, നീ എവിടെയുണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അവൻ പറയുന്നു. ഓക്കെ, നീ അവിടെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞ് നേരെ പോയി ഇവനെ ലോക്ക് ചെയ്ത് അവൻ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ ജിഷ കേസിൽ ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ്, ഇവൻ പ്രതിയാണ് എന്നുള്ളതൊക്കെ അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ഈ ജിഷ അങ്ങനെ അതൊരു പാവപ്പെട്ട പെണ്ണായിരുന്നു കേട്ടോ. അതിനൊരു ചീത്ത സ്വഭാവത്തിലൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടല്ല. അതൊരു നല്ലൊരു വെച്ചായിരുന്നു. പിന്നെ അതിനിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾക്കതൊരു വിഷമായി. ചെറുക്കൻ ഇവിടെ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ? ഇവിടെ അല്ല, ആ ചെറുക്കനൊന്നും കണ്ടിട്ടൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ല. ഇവിടെ പെരുമ്പാവൂർ ഓട്ടോറിക്ഷ ഓടിക്കുകയാണെന്ന് തോന്നുന്നല്ലേ? എന്താ പേരെന്തായിരുന്നു? കുർബാസന്തി. വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. പിന്നെ സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഡാൻസ് അങ്ങനെയൊക്കെ പഠിക്കാൻ പോകണ്ടായിരുന്നു. പഠിത്തത്തോടായിരുന്നു താല്പര്യം. LLB, പിന്നെ സ്വന്തമായിട്ടൊരു വീട്, അതായിരുന്നു ശരിക്കും ഒരു സ്വപ്നം. ജോലി, വീടും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ അമീർ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇത് ചെയ്തതെന്ന്? അയാൾ തൂക്കേറ് കാത്ത് കഴിയുകയാണ്. പക്ഷെ തെളിവെല്ലാം പുള്ളിക്കെതിരെ തെളിവൊക്കെ. അങ്ങനെ പോലീസ് ആർക്കെങ്കിലും വേണ്ടി അമീർ ഇസ്ലാമിനെ കുടിക്കിയതാണെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ജിഷയുടെ നഖത്തിന്റെ ഉള്ളിൽ അമീറുൽ ഇസ്ലാമിന്റെ എന്ന് കരുതപ്പെടുന്ന ആ ഒരു ചർമ്മം ജിഷ ഇങ്ങനെ മാന്തി പറിക്കുമ്പോൾ തൊലിയുടെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് കൃത്യമായി പരിശോധിക്കുമ്പോൾ അമീർ ഇസ്ലാമിന്റെ ആണെന്നുള്ളത് തെളിയുന്നുണ്ട്. ഉമിനീരിന്റെ കഥ വേണമെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇവന്റെ ഉമിനീര് എടുത്തുകൊണ്ടുപോയി ഈ ജിഷയുടെ വസ്ത്രത്തിൽ പുരട്ടിയതിന് ശേഷം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ പ്രതിയുടെ ശരീരഭാഗത്തു നിന്നും നഖത്തിനിടയിൽ കുടുങ്ങിയ ആ ചർമ്മത്തിന്റെ ഭാഗങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ കൃത്രിമമായിട്ട് പോലീസിന് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ലല്ലോ. പിന്നെ PW3 ആ ഒരു സാക്ഷിമൊഴി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരുന്നു. ഈ മരത്തിന്റെ വേരിൽ പിടിച്ച് ഇവൻ ഈ തൂങ്ങി ഇറങ്ങി പോകുന്നത് കണ്ടു എന്നുള്ള ആ സ്ത്രീയുടെ ആ ഒരു മൊഴി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ ചെരുപ്പിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ചെരുപ്പിനടിയിൽ പറ്റിയ മണ്ണ് എവിടെയുണ്ടായിരുന്നതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ തെളിവുകൾക്കൊന്നും അത്രയധികം ബലമുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. ജിഷയുടെ അമ്മ താമസിക്കുന്ന ഇവിടുന്ന് അങ്ങോട്ടാ?
ജിഷ ദാരുണമായി മരണപ്പെട്ടതിന് ശേഷം പല ദിക്കുകളിൽ നിന്നും ജിഷയുടെ അമ്മയ്ക്കും ആ കുടുംബത്തിന് ഒരുപാട് സഹായം ലഭിച്ചു. അങ്ങനെ ജിഷയുടെ ഒരു പുതിയ വീട്, ജിഷയുടെ പേരിൽ ഉയർന്ന ആ ഒരു പുതിയ വീട്, ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത് ജിഷയുടെ അമ്മയാണ്. നമ്മൾ ജിഷയുടെ അമ്മയെ കാണുവാനായിട്ട് തിരിക്കുകയാണ്. ജിഷയുടെ അമ്മ താമസിക്കണേ അമ്മയുണ്ടോ? അമ്മ അവിടെ ഇല്ല, ദീപ. അവള് ഈ തള്ള വരുമ്പോൾ വഴക്ക് പറയും, തല്ലുകൊണ്ട് ഈ തള്ള ഇങ്ങനെ തെണ്ടി എടുക്കണം. തള്ള ഈ പറഞ്ഞ കാര്യം ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പോയിട്ട് അങ്ങോട്ട് കുറെ നാളായി. ജിഷയുടെ അമ്മ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. പെരുമ്പാവൂരിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ ഞാനത് ജിഷയുടെ പേരിൽ പണി തീർന്ന വീടിൻ്റെ മുമ്പിലെത്തി നിൽക്കുകയാണ്. അവിടെ ജിഷയുടെ സഹോദരി ദീപയെയും ജിഷയുടെ അമ്മയെയും പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ തൊട്ട അയൽവാസിയായിട്ടുള്ള ആൾ പറഞ്ഞത് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടിട്ടുണ്ട്. ജിഷയുടെ വീടെന്ന് കണ്ടു കളയാം. വീടിന് CC ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ശ്രീ ചോറ്റാനിക്കര ഭഗവതി ഈ വീടിൻ്റെ ഐശ്വര്യം. ആരുമില്ല വീട്ടിൽ. വീടിൻ്റെ പേര് ജിഷ ഭവനം സ്വർണ്ണ ഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 4 മൂലയിലും CC ക്യാമറകൾ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മതിലൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് ഈ പ്ലോട്ടിനെ തിരിച്ച് മനോഹരമായൊരു വീടാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. അവരിവിടെ എത്തുമ്പോൾ ഈ ജിഷയുടെ സഹോദരി ഇവിടുന്ന് അടിച്ചോടിക്കുകയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അയൽവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ആണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇവരെങ്ങനെ തല്ലുവോ? അമ്മേനെ തല്ലുവോ? തല്ലിയിട്ടാണോ പോയെ? ഈ ആരെയും ദീപയാണോ തല്ലി? അവർ ഒരുപാട് കരഞ്ഞോ? ഇവിടെ വെച്ച് ബഹളം ഉണ്ടാക്കിയോ? ജിഷയുടെ അമ്മ അവിടെ ഇല്ലല്ലോ. അവര് അമ്മ അവിടെ കിടത്തിയെങ്കിലല്ലേ ആ ചേച്ചി അതവിടെ കിടക്കാറില്ല. പാവനവിടെ കിടക്കാറുണ്ട്. ഭയങ്കര പോരപ്പാട്ട്. ആ പിന്നെ അതിനവിടെ കിടത്തില്ല. അത് വന്നത് അതിനൊരു പെരക്കി ഇട്ടിട്ട് അതിനവിടെ കിടക്കാനുള്ള യോഗമല്ല. ഒച്ചപ്പാട് കേൾക്കാറുണ്ട്. ആ ചേച്ചി അയൽവക്കങ്ങൾക്കൊന്നും ഒരു ഉപദ്രവത്തിനും വരാറില്ല കേട്ടോ അമ്മ. ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു മനുഷ്യരോട് മിണ്ടുപോലും ചെയ്യില്ല. അങ്ങനത്തെ പോലെ സ്ത്രീയാണ്. പ്രദേശവാസികളായിട്ടുള്ള 2-3 പേരെടുത്ത് അയൽവക്കക്കാരെടുത്ത് ഇപ്പോഴത്തെ ഈ പുതിയ ജിഷയുടെ ഈ പുതിയ വീടിൻ്റെ തൊട്ടടുത്തുള്ള 3-4 പേര് വീട്ടുകാരുടെ നമ്മൾ ചോദിച്ചു. ഒരുപാട് സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു നിരുപദ്രവകാര ജീവിയാണ്, ഒരു പാവം സ്ത്രീയാണ് എന്നുള്ളതാണ് അയൽവക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പറയുന്നത്. ഈ ജിഷയുടെ സഹോദരിയായിട്ടുള്ള ദീപ ഓടിച്ചിട്ട് ഈ സ്ത്രീയെ തല്ലി ഇവിടുന്ന് ഓടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വസ്ത്രങ്ങളൊക്കെ വാരി കെട്ടിയെടുത്ത് ഇവിടുന്ന് പോകുന്നത് കണ്ടാണ്. പിന്നീട് ഇവിടെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ തൊട്ടയൽവക്കത്തുള്ള ആ സ്ത്രീയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ജിഷ ഭവനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിഷയുടെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ ആ കാട് പിടിച്ച് കിടക്കുന്ന അതിന് മുമ്പിൽ പോയി ഞങ്ങൾ നിന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. കാരണം മലയാളികളായിട്ടുള്ള എല്ലാവരുടെയും ഉള്ളിലെ ഒരു എന്താ പറയുക, നെഞ്ചിൽ ഒരു നീറുന്ന വേദനയായിട്ട് മാറിയ പെൺകുട്ടിയാണ് ജിഷ. ആദ്യം അവൾ മരണപ്പെട്ട സമയത്ത് പോലീസോ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാരോ ആരും ഏതോ ഒരു പുറമ്പോക്കിൽ താമസിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്നൊക്കെയുള്ളൊരു ഒരു മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് പിന്നിട്ടപ്പോഴേക്കും കേരള ജനത ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു കേസായി ജിഷയുടെ ആ ഒരു കൊലപാതകം മാറിയിരുന്നു. ജിഷ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ മലയാളികളുടെ ഉള്ളിലൊക്കെ ഒരു നീറുന്ന ഒരു നീറ്റലാണ്. അപ്പോൾ ജിഷയുടെ ആ പേരിൽ തീർന്ന ആ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കാണെങ്കിലും ഒരു വല്ലാത്തൊരു വേദനയാണ്. അതുപോലെ തന്നെ ജിഷ താമസിച്ച ആ കാട് പിടിച്ച് കിടക്കുന്ന ആ ഷെഡിൻ്റെ മുമ്പിൽ ആ പെൺകുട്ടി പെടഞ്ഞ് മരിച്ച ആ വീടാണല്ലോ, അതിനെ കൊലപ്പെടുത്തിയ വീടാണല്ലോ അത് എന്നുള്ള ആ ഒരു ഓർമ്മ നമുക്ക് എത്രമാത്രം നമ്മുടെ ഉള്ളിലൊരു പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പഠിച്ച് നല്ലൊരു വക്കീലായി വീട് വെക്കുക എന്നുള്ള അവളുടെ സ്വപ്നം നടന്നില്ല. അവൾ നമ്മെ വിട്ടു പോയതിനു ശേഷം അവൾക്കായി ലഭിച്ച ഒരുപാട് ആനുകൂല്യങ്ങൾ സർക്കാരും അല്ലെങ്കിൽ ഒരുപാട് പേര് അവളുടെ ആ കുടുംബത്തെ സഹായിച്ചു. അങ്ങനെ ജിഷ ഭവനം എന്നുള്ള പേരിൽ ഒരു വീട് തീർന്നു. ആ വീട്ടിലും അവരുടെ അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവരിപ്പോൾ എവിടെയാണെന്നുള്ളത് അയൽവക്കക്കാർക്ക് അവർക്ക് ആർക്കും അറിയില്ല. ഒരു ദിവസം തുണിയെല്ലാം വാരിക്കിട്ടി അവിടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു വാക്യം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ്. ജിഷ കേസിൽ വളച്ചൊടിച്ച് തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരുത്തനെ കുടുക്കിയതാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും സത്യം ഒരു നാളും മൂടി വെക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. ഒരു നാൾ അത് മറന്നേക്ക് പുറത്ത് വന്നിരിക്കും. തീർച്ചയായും ജിഷയോടൊപ്പം ഞങ്ങൾ എന്തായാലും യാത്ര തുടരുകയാണ്.